ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് കൂടി എത്തിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പം നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. ഒരു ആഴ്ചയുടെ തുടക്കമാണ്. 2025 മെയ് 19 തിങ്കളാഴ്ചയാണെന്ന്. ഒരാഴ്ചയുടെ തുടക്കമാണ്. നോക്കാം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നുള്ളത്. പ്രധാനമായിട്ടും നമുക്ക് നോക്കാനുള്ള നിഫ്റ്റി 25,000 മുകളിലാണ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി എങ്ങോട്ടാണ് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു പൾസ് തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. പക്ഷേ ഏതെങ്കിലും രീതിയിലൊരു നെഗറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ മാർക്കറ്റിന് ചിലപ്പോൾ ഫർദർ 25 പൊട്ടിച്ച് താഴോട്ടിറങ്ങേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. പക്ഷേ 99% പൊട്ടാത്ത രീതിയിൽ മുകളിലോട്ടോ അല്ലെങ്കിൽ ഒരു സൈഡ് വൈസ് മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷനിലോ പോകാനാണ് സാധ്യത. കാരണം ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് പോയിന്റ് ആയിരുന്നു 25,000. അതിന്റെ മുകളിൽ ക്ലോസിംഗ് കിട്ടിയിട്ടുണ്ട്. എങ്കിലും അത് കൃത്യമായി ബ്രേക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അതിന്റെ 25,000 എന്നുള്ള ആ നമ്പറിന്റെ മുകളിൽ ക്ലോസിംഗ് കിട്ടിയിട്ടുണ്ട്. ഇന്ന് നല്ല രീതിയിലൊരു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒരു പമ്പിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു 200 പോയിന്റ് ഒക്കെ ചിലപ്പോൾ മുകളിലോട്ട് കയറി പോകാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് വന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഡിവിസ് ലാബ്സ്, പ്രീമിയർ എനർജീസ്, ഡെലിവറി, ഡോക്ടർ റെഡ്ഡീസ്, ഭാരത് ഇലക്ട്രോണിക്സ്, KEC ഇന്റർനാഷണൽ, സൺഫാർമ, PNC ഇൻഫ്രാടെക്. സൺഫാർമയുടെയും ഡിവിസ് ലാബിന്റെ ഒക്കെ റിസൾട്ട് വന്നതാണ്. ഒട്ടുമിക്ക കമ്പനികൾ നല്ല പ്രോഫിറ്റിൽ തന്നെയാണുള്ളത്. നമ്മുടെ ന്യൂസ് ചാനൽ, ടെലിഗ്രാമിലെ ന്യൂസ് ചാനലിൽ അതിൻ്റെ എല്ലാം തന്നെ റിസൾട്ട് പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ 4 മണിക്ക് ശേഷം, ഇന്നലത്തതൊക്കെ കാണണമെങ്കിൽ ഒന്ന് സ്ക്രോൾ ബാക്ക് ചെയ്താൽ മതി. ഇന്നത്തേതാണെങ്കിൽ 4 മണിക്ക് ശേഷം എല്ലാ ന്യൂസും അപ്ഡേറ്റ്സും കിട്ടുന്ന ന്യൂസല്ല, ഇതിന്റെ റിസൾട്ടിന്റെ എല്ലാം പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ എല്ലാ ഡാറ്റയും അതിനകത്ത് കിട്ടുന്നതായിരിക്കും. അതുപോലെ ഇറാൻ ഒരു ഇന്റർനാഷണൽ പുതിയൊരു ഇഷ്യൂ പൊങ്ങി വരുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഇത് ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവന്നത്. അവർ യുറേനിയം സമ്പുഷ്ടീകരണമായിട്ട് മുന്നോട്ട് പോകും. അവിടെ US ആയിട്ട് ഒരു ഡീൽ ഉണ്ടായാലും ഇല്ലെങ്കിലും അവരതുമായിട്ട് മുന്നോട്ട് പോകും എന്ന രീതിയിൽ ഒരു ന്യൂസാണ് അവിടുത്തെ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. അങ്ങനെ ആകുമ്പോൾ വീണ്ടും അത് US ചൊടിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 4 റൗണ്ട് അവരുടെ ഡിസ്കഷൻ കഴിഞ്ഞു 2015 മുതൽ ഇങ്ങോട്ട്. പക്ഷെ ഒന്നും തന്നെ സക്സസ്ഫുൾ ആയിട്ടില്ല. പക്ഷേ ഇറാൻ അത് അവരുടെ എന്താ പറയുക ആണവ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ടാക്സ് ഇല്ലാത്ത ഒരു ട്രേഡിന്റെ അല്ലെങ്കിൽ ഒരു വ്യാപാര കരാറിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പെട്ടെന്ന് തന്നെ വർക്കൗട്ട് ആകും എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹരിയാനയിൽ ഒരു 26 വയസ്സുള്ള ഒരു ആളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്പൈ വർക്ക്, അതായത് ചാരപ്പണി ചെയ്തതിനാണ്. ഇത് എനിക്ക് തോന്നുന്നു 6ാമത്തെയോ 7ാമത്തെയോ ആളാണ് ഇപ്പോൾ ആ ഭാഗത്ത് നിന്ന് ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. കാരണം അതിലൊരു യൂട്യൂബർ അടക്കമുണ്ട്. എല്ലാവരും തന്നെ വിവരങ്ങൾ പാകിസ്ഥാന് ചോർത്തി കൊടുത്തു എന്നുള്ളതാണ് അവരുടെ മേലുള്ള കുറ്റം. തീർച്ചയായിട്ടും അത് ഭയങ്കരമായിട്ടുള്ള ഒരു കുറ്റം തന്നെയാണ്. സ്വന്തം രാജ്യത്തിനെ ഒറ്റ കൊടുക്കുക എന്നുള്ളത് ജീവൻ പോയാലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെയുള്ള മിലിറ്ററി മൂവ്മെന്റ്സും ഇവിടെയുള്ള മറ്റു കാരണം ഇവരൊക്കെ ബോർഡർ സംസ്ഥാനങ്ങളിലുള്ളതായതുകൊണ്ട് അവർക്ക് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. അവർക്ക് അറിയാൻ പറ്റും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കാണുന്നത്. അതൊക്കെ മറ്റേ ഭാഗത്ത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് യുദ്ധം അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാൻ പറ്റും. പക്ഷെ ഇവര് ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്. അവിടെ നിന്ന് ഇവർ ഈ പറഞ്ഞു കൊടുക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് മറ്റവരെ നല്ല രീതിയിലൊരു മിസൈൽസ് ഇങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ ആ കൂട്ടത്തിൽ ഇവരും മരിച്ചു പോകും എന്ന കാര്യത്തിൽ ഇവർക്ക് അങ്ങനെ ഒരു ചിന്തയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും ഒരു ബുദ്ധി വളർച്ച ഇല്ലാത്ത ആൾക്കാരായിരിക്കും ഈ പരിപാടി ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഡൊണാൾഡ് ട്രംപ് ഫെഡറൽ റിസർവിന്റെ റേറ്റ് കട്ടിങ്ങിന് വേണ്ടിയിട്ട് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജെറോം പവലാണ് അവിടുത്തെ ഫെഡ് ചെയർമാൻ. പുള്ളിക്കാരനെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് ഈ ഡൊണാൾഡ് ട്രംപ്. എന്തായാലും അത് ന്യൂസ് വായിക്കാൻ നല്ല രസമാണ്. അവർ തമ്മിൽ ചിലപ്പം അയാൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ ഭയങ്കരമായിട്ടുള്ള സഹിക്കാൻ പറ്റാത്ത രീതിയിലാണ്. അത്രയും ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർ ഉപയോഗിക്കാൻ പറ്റാത്ത ലാംഗ്വേജിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്തായാലും ഇത്തരം ന്യൂസുകളൊന്ന് ഫോളോ ചെയ്താൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നു. അതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വായിക്കാനും പറ്റുന്ന സംഭവങ്ങളാണ്. ഇവർ തമ്മിലുള്ള അടി, ഫെഡ് ചെയർപേഴ്സണും അതേപോലെ US പ്രസിഡന്റും തമ്മിലുള്ള ഒരു അടി. US പ്രസിഡന്റ് ആ രാജ്യത്തിനെ കുട്ടിച്ചോറാക്കാൻ ഇറങ്ങിയതാണെന്ന് തോന്നുന്നു. എന്തായാലും വരുന്ന കുറച്ച് നാൾ കൊണ്ട് തന്നെ നമുക്കറിയാൻ പറ്റും എന്താണ് എങ്ങോട്ടാണ് ആ നാട് പോകുന്നത് എന്നുള്ളത്. ചിലപ്പോൾ അവർ ഏറ്റവും മികച്ച ഒരു രാജ്യമായി മാറും, അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ആ ഒരു വാഴ്ചയുണ്ടായിരുന്നു ലോക പോലീസ് എന്ന രീതിയിൽ ലോകത്ത് വാഴുന്നതായിരുന്നു അമേരിക്ക. ആ ഒരു പദവിയൊക്കെ അവർക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എന്തായാലും നോക്കാം, നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അറിയാൻ പറ്റും. അതേപോലെ നമ്മുടെ കമ്മ്യൂണിറ്റീസിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ട്രേഡേഴ്സിന്റെ ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ മണി ഫ്ലോ എന്നുള്ള ആ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഗ്രൂപ്പ് ഉണ്ട്, ദെൻ
പിന്നെ ഏതാണ് ന്യൂസിൻ്റെ അതുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ജോയിൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ US മാർക്കറ്റ് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ്. എന്നാൽ യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷ് ആയിട്ടാണ് കാണിക്കുന്നത്. കംപ്ലീറ്റ്ലി ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റിൽ ജപ്പാന്റെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നെഗറ്റീവിലാണ്. ചൈനയുടെ മാർക്കറ്റിന്റെ ഡാറ്റ അവൈലബിൾ ആയിട്ടില്ല. ദെൻ ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത് 25,089 ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് 25,220 131 പോയിന്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിൽ മാർക്കറ്റ് താഴോട്ടാണ് വന്നിരിക്കുന്നത്. 93 പോയിന്റ് താഴെ വന്നിട്ട് 126 വന്ന് നിൽക്കുന്നത്. അതായത് കഴിഞ്ഞ ക്ലോസിംഗിൽ നിന്നും ഏകദേശം ഒരു 37 പോയിന്റ് മുകളിലായിട്ടാണ് ഇപ്പം മാർക്കറ്റ് നിൽക്കുന്നത്. എന്തായാലും പോസിറ്റീവായിട്ടുള്ള മൂവ്മെന്റ് തന്നെയാണ് വന്നിരിക്കുന്നത് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ അതനുസരിച്ചുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മാർക്കറ്റ് നല്ല ഗ്യാപ്പിൽ ഓപ്പൺ ആയിട്ട് നെഗറ്റീവ് ആ ഗ്യാപ്പ് ഫില്ലിങ്ങിന് ഒരു ബെയറിഷ് മൂവ്മെന്റ് തരുന്ന ഒരു കാഴ്ചയും ചിലപ്പോൾ നമുക്ക് കാണേണ്ടി വന്നേക്കാം. കമ്മോഡിറ്റീസിലേക്ക് പോകണമെങ്കിൽ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് കുറയാണ് ചെയ്തിരിക്കുന്നത്. $61.92 ട്രേഡിംഗ് നടക്കുന്നത്. ഗോൾഡിന്റെ പ്രൈസ് കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഇന്നത്തേക്ക് കൂടിയിട്ടുണ്ട്. $3,236. ബിറ്റ് കോയിൻ 1,05,000 എത്തിയിട്ടുണ്ട്. 1,03,000 ആയിരുന്നു ഞാൻ ഉണ്ടായത്. $2,000 വീണ്ടും വർദ്ധിച്ച് 1,05,000 എത്തിയിട്ടുണ്ട്. USD INR റേറ്റ് 85.31 കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അത് സ്ലിപ്പായിട്ടുണ്ട്. 85.51 സ്ലിപ്പായിട്ടുണ്ട്. ദെൻ ഗ്ലോബൽ ഇവന്റ്സ് അല്ലെങ്കിൽ ഗ്ലോബൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ US ഒരു ഇവന്റ് ആണുള്ളത്. US ലീഡിംഗ് ഇൻഡെക്സ്, UK റൈറ്റ് മൂവ് ഹൗസ് പ്രൈസ് ഇൻഡെക്സ്, ചൈനയിൽ ഹൗസ് പ്രൈസ് ഇയർ ഓൺ ഇയർ, ഫിക്സ്ഡ് അസറ്റ് ഇൻവെസ്റ്റ്മെന്റ്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, ചൈനീസ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, റീറ്റെയിൽ സെയിൽസ്, ചൈനീസ് റീറ്റെയിൽ സെയിൽസ്, ചൈനീസ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, NBS പ്രസ് കോൺഫറൻസ്, ടെറിട്ടറി ഇൻഡസ്ട്രി ആക്ടിവിറ്റി ഇൻഡെക്സ്. ഇത്രയും ഡാറ്റകളാണ്. ലാസ്റ്റ് പറഞ്ഞ ജപ്പാന്റേതാണ്. ചൈനയുടെ NBS പ്രസ് കോൺഫറൻസ് വരെയും ചൈനയുടേതാണ്. അത് കഴിഞ്ഞിട്ട് ടെറിട്ടറി ഇൻഡസ്ട്രി ആക്ടിവിറ്റി ഇൻഡെക്സ് ജപ്പാന്റേതാണ് ഇന്ന് പുറത്തു വരാനുള്ളത്. ദെൻ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ ഒരുപാടുണ്ട്. നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ, അതായത് ന്യൂസിന്റെ സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് എവറി മിനിറ്റ് എന്നുള്ള ആ ഒരു ടെലിഗ്രാം ചാനൽ കംപ്ലീറ്റ് ലിസ്റ്റ് 7 മണിക്ക് 8 മണിക്കൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ എത്ര കമ്പനികൾ ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും. ഒരു 10-15 പേര് വായിക്കുകയാണെങ്കിൽ ഇന്നോവ ക്യാപ് ടാബ്, JFL ലൈഫ് സയൻസ്, ഫ്യൂച്ചർ മാർക്കറ്റ് നെറ്റ്വർക്ക്, ഗോൽക്കുണ്ട ഡയമണ്ട്സ് ആൻഡ് ജ്വല്ലറി, ജയശ്രീ ടീ ആൻഡ് ഇൻഡസ്ട്രീസ്, GK വയേഴ്സ്, ഇന്ത്യ ഫിൻസ്, ഹിന്ദുസ്ഥാൻ മീഡിയ വെഞ്ചേഴ്സ്, ഫുഡ്സ് ആൻഡ് ഇൻസ്, IG പെട്രോകെമിക്കൽസ്, HLE ഗ്ലാസ്കോട്ട്, ഹോണ്ട ഇന്ത്യ പവർ പ്രൊഡക്ട്സ്, ഗ്ലോബസ് സ്പിരിറ്റ്സ്, മാർക്കോ കേബിൾസ് ആൻഡ് കണ്ടക്ടേഴ്സ്. ഇത്രയും സ്റ്റോക്കുകളാണ് ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഒരുപാട് കമ്പനികൾ ഉണ്ട് അതിൽ. അതേപോലെ FNO ബാനിൽ വന്നിരിക്കുന്ന ഹിൻകോപ്പർ, മണപ്പുറം, ടിറ്റഗർ, ഇതൊരു പുതിയതായിട്ട് ജോയിൻ ചെയ്ത ഒരു കമ്പനിയാണ്. ഇതുവരെയും ഈ ഒരു FNO ബാനിൽ ഉണ്ടായിരുന്നില്ല ഈ ഒരു കമ്പനി. ഇന്ന് പുതിയതായിട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടതാണ്. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 8,831 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തി. അതുപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 5,187 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തി. അങ്ങനെ മൊത്തത്തിൽ 14,018 കോടിയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ ഉണ്ടായത്. ഹ്യൂജ് ആയിട്ടില്ല. അതുകൊണ്ടാണ് അത് 25,000 കടന്ന് മുകളിലോട്ട് കയറി വന്നത്. ആ ഒരു മൂവ്മെന്റ് അപാരമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു 25,000 കടന്ന് കയറി വന്നത്. ദെൻ സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഓട്ടോ, FMCG, മീഡിയ, PSU ബാങ്ക്, പ്രൈവറ്റ് ബാങ്ക്, റിയാലിറ്റി ഇത്തരം സെക്ടറുകൾ ഗ്രീനിൽ അവസാനിച്ചു. ബാക്കി ഉള്ളത് റെഡിലാണ് അവസാനിച്ചിരിക്കുന്നത്. ദെൻ ETF നോക്കുകയാണെങ്കിൽ ETF ഒത്തിരി പേര് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ETF-ൽ ITBs ഒഴികെ ബാക്കിയെല്ലാം തന്നെ പോസിറ്റീവിലാണ് അവസാനിച്ചിരിക്കുന്നത്. ഇനി ബയേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റോക്ക് നോക്കുകയാണ് ഈ പരാസ് ഡിഫൻസ്. ഇത് നന്നായിട്ട് കയറി പോകുന്നുണ്ട്. ഈ സ്റ്റോക്ക് കുറേ ദിവസമായി ഇത് അപ്പർ സർക്യൂട്ടിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പരാസ് ഡിഫൻസ്, മസ്ഗോണ്ടോക്ക്, ക്യാപിറ്റൽ ട്രസ്റ്റ്, ലിപ്സ ജെംസ്, ധനുക അഗ്രിടെക്, സീലേൺ, കൊച്ചിൻ ഷിപ്പ്യാർഡും കഴിഞ്ഞ ദിവസം നല്ല മൂവ്മെന്റ് ആയിരുന്നു. പെരിയ കരൺമലൈ, ന്യൂക്ലിയസ് സോഫ്റ്റ്വെയർ, പ്രീമിയർ എക്സ്പ്ലോ ഇത്രയും കമ്പനികളാണ് ബയേഴ്സ് മാത്രമായിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം തന്നെ സ്റ്റാൻഡേർഡ് സ്റ്റോക്കുകളാണ്. ചെറിയത് സീൻ ലേൺ മാത്രമാണ് ഇതിനകത്ത് ഒരു പെന്നി സ്റ്റോക്ക് കാണുന്നത്. അതേപോലെ ലിപ്സ ജെംസും പെന്നി സ്റ്റോക്കാണ്. ബാക്കിയുള്ളതൊക്കെ സ്റ്റാൻഡേർഡ് സ്റ്റോക്കുകൾ തന്നെയാണ്. 1,000 രൂപ 800 രൂപയൊക്കെ പ്രൈസ് ഉള്ളതാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിന് 2,035 രൂപയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി സെല്ലേഴ്സ് മാത്രം ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്ന സ്റ്റോക്കുകൾ സൊളാറ ആക്റ്റീവ്, അലീഡ് ബ്ലെൻഡേഴ്സ്, അറ്റ്ലാന്റ, ന്യൂലാൻഡ് ലാബ്, ഗോഡ്ഫ്രെ ഫിലിപ്സിന്റെ എനിക്ക് തോന്നുന്നു റിസൾട്ട് മോശമായിരുന്നു എന്ന് തോന്നുന്നു.
എന്തായാലും അത് താഴോട്ട് ഇറങ്ങി 8,000 രൂപ 8,700 രൂപ പ്രൈസ് ഉള്ളതാണ്. സെനോസ് ഫാർമ, NOCCIL, അജാക്സ് എൻജിനീയറിംഗ്, ഡിഡി ഡവ് പ്ലാസ്റ്റിക്, ദെൻ ബൻസ്വാര സിൻടെക്സ്, ഇത്രയും സ്റ്റോക്കുകളാണ് സെല്ലേഴ്സ് മാത്രം ഉണ്ടായിരുന്നത്. നെഗറ്റീവ് ലോവർ സർക്യൂട്ട് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ നെഗറ്റീവ് മൂവ്മെന്റ്സ് അതിനകത്ത് ബയേഴ്സ് ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ ദിവസം നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 44 പോയിന്റ് നഷ്ടത്തിൽ 25,019 ക്ലോസ് ചെയ്തത്, 25,000 മുകളിൽ ഓപ്പൺ ആയിട്ട്. ദെൻ ഇന്നത്തെ വീക്ക്ലി റിപ്പോർട്ട് ആയിട്ടില്ല, ഇന്ന് ഫസ്റ്റ് ഡേ ആണ്. ഈ മാസത്തിൽ ഇതുവരെയായിട്ട് നിഫ്റ്റിക്ക് 677 പോയിന്റിന്റെ ഒരു ഗെയിൻ ആണ് ഉണ്ടായിരിക്കുന്നത്. 24,342 ഈ മാസം സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ വന്ന് നിൽക്കുന്നത് 25,019. അപ്പോൾ 677 പോയിന്റിന്റെ ഒരു മുന്നേറ്റമാണ് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി, മിഡ് ക്യാപ്പ്, ബാങ്ക് എക്സ്, ഈ 3 ഇൻഡെക്സുകളും പോസിറ്റീവിലും സെൻസെക്സും ഫിൻ നിഫ്റ്റിയും നെഗറ്റീവിലാണ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തേക്കുള്ള ഒരു ഡാറ്റ നോക്കുകയാണെങ്കിൽ PCR വന്നിരിക്കുന്നത് 0.89 ആണ്. ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ മൂവ്മെന്റ് ആണ് അത് സൂചിപ്പിക്കുന്നത്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിരിക്കുന്നത് 26,000 1,65,000 ആണ് വന്നിരിക്കുന്നത്. ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് 25,000 വന്നിട്ടുള്ളത്. ഇതിൽ 86,000 ആണ് പുട്ട് റേറ്റിംഗ് ഉള്ളത് ഹയസ്റ്റ്. വിക്സ് വന്ന് കിടക്കുന്നത് 16.55 നല്ലൊരു വിക്സ് ആണ്. അത്യാവശ്യം സ്ലോ മൂവ്മെന്റ് തന്നെ കിട്ടുന്ന ഇൻട്രാഡേ ട്രേഡിങ്ങിന് പറ്റിയൊരു വിക്സ് ആണ്. ദെൻ ഇന്നത്തേക്കുള്ള ഡാറ്റ നോക്കുകയാണെങ്കിൽ സ്പോട്ട് പ്രൈസ് വന്നിരിക്കുന്നത് 25,019 കഴിഞ്ഞ ദിവസം ക്ലോസിംഗ് ആണ് ഈ സ്പോട്ട് പ്രൈസ് ഞാൻ ഇവിടെ പറയുന്നത്. ഇന്നത്തേക്ക് ഓപ്പൺ ആകുന്ന എത്രയാണെന്ന് നോക്കാം. ഇപ്പോൾ CPR വന്നിരിക്കുന്നത് 25,017, 14, 12, അതായത് കേവലം 2.5 പോയിന്റ് അല്ലെങ്കിൽ 5 പോയിന്റ് ഡിഫറൻസിലാണ് അപ്പർ CPRും ലോവർ CPRും വന്നിരിക്കുന്നത്. ഒരു നല്ലൊരു മൊമെന്റം കിട്ടാനുള്ള എല്ലാ സൂചനയും അത് നമുക്ക് തരുന്നുണ്ട്. ഇനി ബ്രേക്ക് ഔട്ട് ലൈൻ, റാസ് ലെവൽസിന് ബ്രേക്ക് ഔട്ട് ലൈൻ നോക്കുകയാണെങ്കിൽ 25,035. അതേപോലെ ബ്രേക്ക് ഡൗൺ നോക്കുകയാണെങ്കിൽ 18. അതായത് CPRന്റെ തൊട്ട് മുകളിലാണ് നോട്ട് റേറ്റ് സോൺ വന്ന് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് 25,012 ബോട്ടം അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ലൈൻ ആയിട്ടും 25,035 ഒരു ബ്രേക്ക് ഔട്ട് ലൈൻ ആയിട്ട് കൺസിഡർ ചെയ്ത് അങ്ങനെ ഒരു 23 പോയിന്റിന്റെ നോട്ട് റേറ്റ് സോൺ ആണെന്ന് കിട്ടിയിരിക്കുന്നത്. വളരെ നാരവാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രേഡ് കിട്ടാൻ സാധ്യതയുണ്ട് ഇന്ന്. സോ എങ്ങോട്ടാണ് എന്നുള്ളതിന് കൃത്യമായിട്ട് ഒരു ധാരണ പറയാൻ സാധിക്കില്ല. 25,000 പൊട്ടാതെ നിൽക്കുന്നിടത്തോളം കാലം അത് മുകളിലോട്ട് തന്നെ പോകാനാണ് സാധ്യത. 25,000 പൊട്ടി 24,923 കടന്ന് താഴോട്ട് വരികയാണെങ്കിൽ ഫർദർ ഫോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ 24,923 എന്നുള്ള ഒരു ലെവൽ വരെയും വന്നിട്ട് അവിടെ റേഞ്ച് ബൗണ്ട് ആയിട്ട് ഇങ്ങ് തീരെയുള്ളൂ. എന്തായാലും 25,035 കട്ട് ചെയ്തിട്ട് മുകളിലോട്ട് കയറുകയാണെങ്കിൽ 238 വരെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. 203 പോയിന്റോളം മുകളിലോട്ട് കയറി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി അഥവാ 25,012 കട്ട് ചെയ്തിട്ട് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ 24,800 വരെ പോകാനുള്ള ഏകദേശം ഒരു 200 പോയിന്റിന്റെ മൂവ്മെന്റ് അങ്ങോട്ടും നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ 25,000 എന്നുള്ള ഒരു മാജിക് നമ്പർ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ 24,924 ആ ഒരു റേഞ്ച് വരെയും അതിന്റെ ആ ഒരു ലെവൽ 25,000 ഒരു സപ്പോർട്ട് അവിടെ വരെ ഉണ്ടാവും. അപ്പോൾ 924 കട്ട് ചെയ്ത് താഴെ ഇറങ്ങുകയാണെങ്കിൽ മാത്രം മാർക്കറ്റ് പൊട്ടി എന്ന രീതിയിൽ തീരുമാനം എടുക്കുക, അല്ലെങ്കിൽ മാർക്കറ്റ് തിരിച്ചു കയറും എന്ന പ്രതീക്ഷയിൽ തന്നെ നിൽക്കണം. ദെൻ ഇത്രയൊക്കെയാണ് ഇന്നത്തേക്കുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. എല്ലാവരും വളരെ സേഫ് ആയിട്ട്, നിങ്ങൾ ട്രേഡർ ആണെങ്കിൽ, ഇൻട്രാഡേ ട്രേഡർ ആണെങ്കിൽ വളരെ സേഫ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നഷ്ടം ഇതിന്റെ ഒരു ഭാഗമാണ്, പക്ഷെ പ്രോഫിറ്റ് ആണ് നമ്മൾ ട്രൈ ചെയ്യേണ്ടത്. ബ്രോക്കറേജ് കഴിഞ്ഞിട്ട് എത്ര കിട്ടിയാലും അത് നമ്മുടെ പ്രോഫിറ്റ് തന്നെയാണ്. എല്ലാ ദിവസവും 1 രൂപയും 10 രൂപയും 100 രൂപയും 1000 രൂപയൊക്കെ പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു പോസിറ്റീവ് വൈബ്, ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ മനസ്സിലുണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു കാര്യമാണ്. അപ്പം ചെറിയ പ്രോഫിറ്റ് ആയാലും പ്രോഫിറ്റിൽ തന്നെ ബുക്ക് ചെയ്തിറങ്ങുക. അതുപോലെ ഈ ഡെയിലി പ്രോഫിറ്റിൽ, ചെറിയ പ്രോഫിറ്റിൽ ഡെയിലി ബുക്ക് ചെയ്ത് മാറിക്കൊണ്ടിരിക്കുന്നവർക്ക് ഒരു ഓവർ കോൺഫിഡൻസിന്റെ ഒരു പ്രശ്നം കൂടി വരാറുണ്ട്. എല്ലാ ദിവസവും എനിക്ക് പ്രോഫിറ്റ് ആണ്, ഞാൻ എങ്ങനെയായാലും പ്രോഫിറ്റ് ആകും എന്ന രീതിയിൽ ഇന്ന് സിംഗിൾ ലോട്ടിൽ ഒരു 10 ദിവസം ട്രേഡ് ചെയ്ത് എല്ലാ ദിവസവും പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു നേരെ ഒരു 10 ലോട്ടിലേക്ക് അങ്ങ് കയറും. ഫസ്റ്റ് ഡേയിൽ ലോസ് കാണുമ്പോൾ തന്നെ വെപ്രാളാവും, ലോസിൽ ബുക്ക് ചെയ്യാൻ തുടങ്ങും. അതുവരെയും കിട്ടിയ പ്രോഫിറ്റിന് 4-5 ഇരട്ടി ഒരു ലോസ് ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ദിവസവും പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുക. പ്രോഫിറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ പൊസിഷൻ സൈസ് തുടങ്ങുന്നത് എത്രയാണോ അത് തന്നെ മാസം അവസാനം വരെയും അതേ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടോ പൊസിഷൻ സൈസ് ഇടയിൽ വെച്ച് കൂട്ടാതിരിക്കുക. അതാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എന്തായാലും കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.